അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗനിധികളിൽ ഒന്നായ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റിന്റെ മഹത്വങ്ങളാണ് ഇന്ന് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒന്നാണ്. ആ നിധികൾ വാരിക്കൂട്ടാൻ നാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ അധികരിപ്പിക്കണം. എല്ലാ പ്രയാസഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതിന്റെ അർത്ഥം അല്ലാഹുവല്ലാതെ ഒരു ശക്തിയും ഇല്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ ദിക്റിന് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് മഹത്വങ്ങളുണ്ട്. ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഈ ദിക്ർ ചൊല്ലിയാൽ കഴിയും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ദിക്ർ. നാം പല രോഗങ്ങളും കൊണ്ട് വിഷമതകൾ അനുഭവിക്കുന്നവരാണ്. അവർക്കുള്ള ഒരു ശിഫയാണ് ഈ ദിക്ർ. മൂന്നാമത്തെ കാര്യം, വിവാഹാലോചനകൾ മുടങ്ങി നിൽക്കുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പെട്ടെന്ന് വിവാഹം ശരിയാവാൻ ഈ ദിക്ർ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഗർഭിണികൾ സുഖപ്രസവം ഉണ്ടാവാനും ഈ ദിക്ർ അധികരിപ്പിച്ചാൽ സുഖപ്രസവമായി തീരും. മാത്രമല്ല, ജോലി ശരിയാകാത്തവർക്കും ഈ ദിക്ർ അധികരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും മാറാനും ഈ ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലുക. ഈ ദിക്ർ ഇങ്ങനെ കുറെ നമ്മൾ അധികരിപ്പിക്കുക. മനസ്സിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറാനും, അതായത് നല്ല വീട്, വാഹനം, മക്കൾ, ഇതിനെല്ലാം നിയ്യത്താക്കി ഇത് ചൊല്ലുക. എത്ര എണ്ണം എന്നില്ലാതെ അധികരിപ്പിക്കുക. മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണ് ഇത്. നാമൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തവരായിരിക്കും. അപ്പോൾ നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ ഈ ദിക്ർ കാരണമായി തീരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയാൽ അർശിന്റെ തണൽ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂടെ നമുക്ക് സ്ഥാനം കിട്ടും. പിന്നെ നല്ല മരണം ലഭിക്കാൻ ഈ ദിക്ർ നാം അധികരിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറിയ പാവങ്ങളും, നാവ് കൊണ്ട് ചെയ്യുന്നതും കണ്ണുകൊണ്ട് ചെയ്യുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. വീട്ടിൽ നിന്ന് നാം എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നല്ല രീതിയിൽ ആയിത്തീരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പതിവായി ചൊല്ലുന്നവർക്ക് നരകത്തെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കുമെന്നാണ്. ഈ ദിക്ർ അധികരിപ്പിക്കുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും. അപ്പോൾ നമുക്കും ഒരു 3 പ്രാവശ്യം ചൊല്ലാം. അള്ളാഹു നമുക്ക് ഇതിൻ്റെ നേട്ടങ്ങൾ ഇഹലോകത്തും പരലോകത്തും നൽകട്ടെ. ആമീൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.